അങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഒറ്റപ്പാലം വരെ പോവാണ്. അവിടെ ഒരു ഫാക്ടറിയിൽ പോയിട്ട് കുറച്ച് ഇന്നേഴ്സ് കളക്ട് ചെയ്യണം. രാത്രിയിൽ യാത്ര ഭയങ്കര മനോഹരമാണ്. നല്ല പാട്ടൊക്കെ വെച്ച് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നല്ലൊരു വൈബാണ്. എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും ഇങ്ങനൊരു യാത്ര ചെയ്തെല്ലാം മറക്കും. റെയിൽവേ സ്റ്റേഷനിലെത്തി മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. സത്യം പറയാലോ, ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല പേടിയുണ്ട് മനസ്സിൽ. ട്രെയിൻ കാണുമ്പോൾ ഒക്കെ തന്നെ അയ്യോ അടുത്തത് എൻ്റെ ട്രെയിനാണല്ലോ വരുന്നതെന്നൊരു പേടിയുണ്ട്. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്ര, ഒറ്റയ്ക്ക് ഞാൻ ഇതുവരേക്ക് യാത്ര ചെയ്തിട്ടില്ല. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഞാൻ കംഫർട്ടാണ്. അങ്ങനെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ സ്റ്റെപ്പ് കഴിഞ്ഞ് കുറച്ച് ആ ഒരു സ്പേസിൽ എനിക്ക് നിൽക്കാൻ പറ്റി. ഉള്ളിലോട്ട് കയറാനേ പറ്റില്ല, അത്രയ്ക്ക് റഷ്. ഒരു ചേച്ചി കണ്ടോ പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. ഞാനിവിടെ മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നെങ്കിൽ അവരെല്ലാം നോക്കുന്നുണ്ട്, മനസ്സിലായ പോലെ ഇത് അതല്ലേ എന്നൊരു നോട്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ കുറേ നേരം നിന്ന് കാലൊക്കെ മടുത്ത്. പണ്ട് കോട്ടയത്ത് നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ ആ സ്റ്റെപ്പിലിരുന്നിട്ട് യാത്ര ചെയ്യുമായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. അതൊരു അടിപൊളി വൈബായിരുന്നു. ഷൊർണൂർ എത്തിയപ്പോൾ കാല് നന്നായിട്ട് തേഞ്ഞു. അവിടെയാണെങ്കിൽ ഫ്ലോറ് കുറച്ചുകൂടി മുകളിലായതുകൊണ്ട് കാല് നന്നായിട്ട് തേഞ്ഞു പോയി. അതുകൊണ്ട് ആരും അങ്ങനെ ഇരിക്കരുത് കേട്ടോ, സേഫല്ല, ഉറങ്ങിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇത് കണ്ട ഒരു ചേച്ചി പേപ്പറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണേ. പാവം, നല്ല ഉറക്കം. ഇടയ്ക്ക് എന്നെ നോക്കിയിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആ ചേച്ചി ഒന്ന് എണീറ്റിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കൂടി കുറച്ച് സ്പേസ് തരുമായിരിക്കുമെന്ന്, പക്ഷെ കിട്ടിയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് കുറേ പേരൊക്കെ ഇറങ്ങാൻ തുടങ്ങി. കോഴിക്കോട് എത്തിയപ്പം പിന്നെ എനിക്ക് സീറ്റ് കിട്ടി. സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടോ. ഭയങ്കര ഹാപ്പി. AR റഹ്മാൻ്റെ പാട്ടൊക്കെ വെച്ച് ഇരുന്ന് ഉറങ്ങിപ്പോയി. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഷൊർണൂരെത്തി. പിന്നെ അടുത്തതാണ് ഒറ്റപ്പാലം. എത്തി അവിടുന്ന് ഇറങ്ങി നേരെ അടുത്തുള്ളൊരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തത്. അവിടുന്ന് ഇറങ്ങി ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. മാസ്ക് ഇട്ടിട്ടും പലരും ശിശിരി ചേച്ചിയല്ലേ, ശിശിരിയല്ലേ, യൂട്യൂബറല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേന്ന് പറഞ്ഞിട്ട് പിന്നെ നടന്നു കഴിഞ്ഞ് മാസ്ക് എടുക്കാനൊരു പേടി. എല്ലാവർക്കും നല്ല സന്തോഷവും സ്നേഹവും. ഇവിടെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത്. ഉറങ്ങി എണീറ്റ് കുളിച്ച് സുന്ദരിയൊക്കെ ആയി പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. യാത്ര തിരിച്ചു. എൻ്റെ പാർട്ട്ണർ കണ്ണനാണ് എൻ്റെ കൂടെയുള്ളത്. ആദ്യം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല നെയ് റോസ്റ്റ് കിട്ടുന്നൊരു കടയിൽ കയറി. നല്ല അടിപൊളി നെയ് റോസ്റ്റ്, ഇത്ര ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ അവിടെ ഫാക്ടറിയിലെത്തി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവർ ഓരോ കാര്യത്തിനെ പറ്റിയും ബിസിനസ്സിനെ പറ്റിയിട്ടും അവർക്ക് എന്നെ ഓൾറെഡി അറിയായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ഹാപ്പി. എല്ലാ സാമ്പിളായിട്ട് കുറേ ക്ലോത്തൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടുന്ന് പതിയെ ഇറങ്ങി. പിന്നെയും പിറ്റേ ദിവസം അതേ കടയിൽ നെയ് റോസ്റ്റ് തിന്നാൻ വേണ്ടി ഭയങ്കര കൊതിയായി. ഞങ്ങൾ പോയി കഴിച്ചു. അടിപൊളിയായിരുന്നു. എന്നിട്ട് ഇന്ന് കുറച്ചും കൂടി പർച്ചേസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് രാവിലെ പോവുകയാണ്. സ്റ്റുഡിയോയിൽ കയറി അവിടുത്തെ ഡിസൈൻസൊക്കെ നോക്കി, പ്രൈസൊക്കെ നോക്കി, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കൊള്ളായിരുന്നു. പുതിയ ഡിസൈൻസും കാര്യങ്ങളും പാൻറ്റീസും. അങ്ങനെ അതിരാവിലെയുള്ള ട്രെയിനിന് കയറി. എന്നെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കയറ്റി വിട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ ട്രെയിൻ മാറിപ്പോയത് ഞാൻ അറിഞ്ഞതേയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആശാൻ എന്താ കാറോ എടുത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ എവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്കമാലിയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുന്ന് വേർത്തു. ഇനി എന്ത് ചെയ്യും?